Good morning all. അപ്പോൾ ഇന്ന് നമ്മൾ സെക്കൻഡ് മൊഡ്യൂളിലോട്ടാണ് കിടക്കുന്നത്. സെക്കൻഡ് മൊഡ്യൂളും റെയിൽവേ എഞ്ചിനീയറിങ്ങിന് ബേസ് ചെയ്തിട്ട് തന്നെയാണ്. അപ്പോൾ സെക്കൻഡ് മൊഡ്യൂളിൻ്റെ ആദ്യം സിലബസ് എന്താണെന്ന് നോക്കാം. നമുക്ക് സിലബസ് വരുന്നത് ഫസ്റ്റ് പെർമനൻറ്റ് വേ. പെർമനൻറ്റ് വേയുടെ വേരിയസ് കോമ്പണൻസ്, അതിൻ്റെ ഫങ്ഷൻസ്, ഈ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഫസ്റ്റ് പാർട്ടിൽ പഠിക്കുന്നത്. സെക്കൻഡ് പാർട്ടിൽ നമ്മൾ പഠിക്കുന്നത് ജിയോമെട്രിക് ഡിസൈനെ കുറിച്ചാണ്. അപ്പോൾ പെർമനൻറ്റ് വേ, കോമ്പണൻസ് ആൻഡ് ദെയർ ഫങ്ഷൻസ്, ഓരോ കോമ്പണൻസും അതിൻ്റെ ഫങ്ഷൻസും. കോമ്പണൻസ് എന്ന് പറഞ്ഞാൽ റെയിൽസിൻ്റെ പഠിക്കാനുണ്ട്, വേരിയസ് ടൈപ്പ് ഓഫ് റെയിൽസ് പഠിക്കാനുണ്ട്, റെയിൽ ഫാസ്റ്റനിങ്സ്, ഇതിൻ്റെയൊക്കെ ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ നമ്മൾ ഫസ്റ്റ് മൊഡ്യൂളിൽ പഠിച്ചിട്ടുണ്ട്. പിന്നെ കൺസെപ്റ്റ് ഓഫ് ഗേജസ്, കോണിങ് ഓഫ് വീൽസ്, ക്രീപ്സ് ആൻഡ് കിങ്സ്, സ്ലീപ്പേഴ്സിൻ്റെ ഫങ്ഷൻസ്, അതുപോലെ തന്നെ അതിനുപയോഗിക്കുന്ന മെറ്റീരിയൽസ്, എന്താണ് സ്ലീപ്പർ ഡെൻസിറ്റി, എന്താണ് ബല്ലാസ്റ്റ്ലെസ് ട്രാക്ക്. അപ്പോൾ ഇത്ര പഠിച്ചാൽ നമ്മൾ ആ മൊഡ്യൂളിൻ്റെ ഫസ്റ്റ് ഭാഗം പഠിച്ചു കഴിയും. ഇനി സെക്കൻഡ് ഭാഗം എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ജിയോമെട്രിക് ഡിസൈൻ ആണ്. നിങ്ങൾ ഹൈവേ ജിയോമെട്രിക് ഡിസൈൻ പഠിച്ച പോലെ തന്നെ റെയിൽവേൻ്റെ ജിയോമെട്രിക് ഡിസൈനാണ്. ഹൊറിസോണ്ടൽ കർവ്സ്, റേഡിയസ്, സൂപ്പർ എലിവേഷൻ, കാണ്ട് എഫിഷ്യൻസി, ട്രാൻസിഷൻ കർവ്സ്, ഗ്രേഡിയൻസ്, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഗ്രേഡിയൻസ്, കോമ്പൻസേഷൻ ഓഫ് ഗ്രേഡിയൻസ്, ഇത്ര കാര്യങ്ങളാണ് ഇതിൻ്റെ സെക്കൻഡ് പാർട്ടിൽ നമുക്ക് പഠിക്കാനുള്ളത്. ഇനി നമുക്ക് എന്താണ് പെർമനൻറ്റ് വേ എന്ന് നോക്കാം. പെർമനൻറ്റ് വേ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ കോമ്പിനേഷൻ ഓഫ് റെയിൽസ് fitted on sleepers and resting on ballast and subgrade is called railway track or permanent way. അപ്പോൾ റെയിൽവേ ട്രാക്ക് അതിൽ പെർമനൻറ്റ് വേ. പെർമനൻറ്റ് വേ എന്ന് പറഞ്ഞാൽ ചെറിയ റെയിൽവേ ട്രാക്ക് നമ്മൾ ടെമ്പററി ആയിട്ട് ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ ടെമ്പററി ആയിട്ട് ഉണ്ടാക്കാത്ത റെയിൽവേ ട്രാക്സിനാണ് എന്ത് നമ്മൾ പെർമനൻ്റ് ആയിട്ട് ഉപയോഗിക്കുന്ന റെയിൽവേ ട്രാക്സിനാണ് എന്ത് പറയുന്നത്, പെർമനൻറ്റ് വേ എന്ന് പറയുന്നത്. In a permanent way, the rails are joined in series by fish blades. അപ്പോൾ റെയിൽസ് നമ്മൾ സീരീസ് ആയിട്ട് ജോയിൻ ചെയ്യുന്നത് യൂസിങ് എന്താണ്, ഫിഷ് ബ്ലേഡ്സ് ആൻഡ് ബോൾസ്, ആൻഡ് ദേ ആർ ഫിക്സ്ഡ് ടു സ്ലീപ്പേഴ്സ് ബൈ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഫാസ്റ്റനിങ്സ്. ഇനി റെയിൽസ് നമ്മൾ സ്ലീപ്പറിലോട്ട് ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഫാസ്റ്റനിങ് ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, വി ആർ ഫിക്സിങ്. The sleepers properly spaced and resting on ballast. സ്ലീപ്പേഴ്സ് നമ്മൾ കറക്റ്റ് ഒരു സ്പേസിങ് കൊടുക്കുന്നുണ്ട്. ഇനി സ്ലീപ്പർ റെസ്റ്റ് ചെയ്യുന്ന എവിടെയാണ്, ഇറ്റ് ഈസ് ഓൺ ബല്ലാസ്റ്റ്. ദ ലെയർ ഓഫ് ബല്ലാസ്റ്റ് റെസ്റ്റിംഗ് ഓൺ പ്രിപ്പയർഡ് സബ്ഗ്രേഡ് ഈസ് കോൾഡ് ഫോർമേഷൻ. പ്രിപ്പയർഡ് സബ്ഗ്രേഡിനാണ് എന്ന് പറയുന്നത്, ഈ ബല്ലാസ്റ്റ് റെസ്റ്റ് ചെയ്യുന്ന പ്രിപ്പയർഡ് സബ്ഗ്രേഡിനാണ് എന്ന് പറയുന്നത്, ഇറ്റ് ഈസ് കോൾഡ് ഫോർമേഷൻ. The rails act as girders to transmit wheel load to sleepers. അപ്പോൾ ഗിർഡേഴ്സ് ആയിട്ടാണ്, ഒരു ബീമായിട്ടാണ് എന്ത് ചെയ്യുന്നത്, നമ്മളെ റെയിൽസ് ആക്ട് ചെയ്യുന്നത്. ആൻഡ് ഇറ്റ് ടു ട്രാൻസ്മിറ്റ് വീൽ ലോഡ് ടു ദി സ്ലീപ്പേഴ്സ്. സ്ലീപ്പേഴ്സിലോട്ട് എന്ത് ചെയ്യും, ലോഡിനെ ട്രാൻസ്മിറ്റ് ചെയ്യും. ദ സ്ലീപ്പേഴ്സ് ഹോൾഡ് ദി റെയിൽസ് ഇൻ പ്രോപ്പർ പൊസിഷൻ ആൻഡ് ട്രാൻസ്മിറ്റ് ലോഡ് ഫ്രം റെയിൽ ടു ബല്ലാസ്റ്റ്. ഇനി സ്ലീപ്പർ എന്ത് ചെയ്യുന്നുണ്ട്, റെയിലിനെ അതിൻ്റെ കറക്റ്റ് പൊസിഷനിൽ ഹോൾഡ് ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ ലോഡ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നുണ്ട് ടു ദി ബല്ലാസ്റ്റ്. ദ ബല്ലാസ്റ്റ് ഡിസ്ട്രിബ്യൂട്ട് ലോഡ് ഓവർ ഫോർമേഷൻ ആൻഡ് ഹോൾ സ്ലീപ്പേഴ്സ് ഇൻ പൊസിഷൻ. ലാസ്റ്റ് ചെയ്യുന്നത് ഫോർമേഷനിലോട്ട് ലോഡിനെ ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, സ്ലീപ്പറിനെ കറക്റ്റ് പൊസിഷനിൽ നിർത്തുന്നുണ്ട്. ഇത്ര കാര്യങ്ങളാണ് പെർമനൻറ്റ് വേ എന്ന് പറയുന്നത്. പെർമനൻറ്റ് വേ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഷുഡ് ബി സച്ച് ദാറ്റ് it achieve higher speed, better riding quality and less future maintenance. അപ്പോൾ നമ്മളൊരു പെർമനൻറ്റ് വേ കൺസ്ട്രക്ട് ചെയ്യുമ്പോൾ എങ്ങനെ ആയിരിക്കണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇറ്റ് ഷുഡ് ബി സച്ച് ദാറ്റ് ഇറ്റ് അച്ചീവ് ഹയർ സ്പീഡ്, നല്ല സ്പീഡിൽ നമുക്ക് അതിലൂടെ ട്രെയിൻ ഓടിക്കാൻ പറ്റണം. ആൻഡ് ബെറ്റർ റൈഡിങ് ക്വാളിറ്റി, നല്ല കംഫർട്ടിൽ അതിലൂടെ ട്രെയിൻ ഓടിക്കാൻ പറ്റണം. അതുപോലെ തന്നെ ഫ്യൂച്ചർ മെയിൻ്റനൻസ് എന്ന് പറഞ്ഞാൽ എങ്ങനെ ആയിരിക്കണം, ഷുഡ് ബി ലെസ്. അപ്പോൾ ഒരു പെർമനൻറ്റ് വേൻ്റെ കോമ്പണൻസ് എന്തൊക്കെയാണ്, റെയിലുണ്ട്, സ്ലീപ്പർ ഉണ്ട്, ഫാസ്റ്റനേഴ്സ് ഉണ്ട്, ബല്ലാസ്റ്റ് ഉണ്ട്, സബ്ഗ്രേഡ് ഓഫ് ഫോർമേഷൻ. അപ്പോൾ ഇത്ര കാര്യങ്ങളാണ് ഒരു ടിപ്പിക്കൽ കോമ്പണൻസ് ആയിട്ട് വരുന്നത്. ഒരു പെർമനൻറ്റ് വേൻ്റെ ഒരു ചിത്രമാണ്, ട്വിൻ ട്രാക്കിൻ്റെ ഒരു ചിത്രമാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്.
2 ട്രാക്ക് വരുന്നുണ്ട്. ഇനി അതിൻ്റെ ഓരോ കോമ്പണൻസ് ആണ്. ഇതാണ് റെയില്, ഇത് സ്ലീപ്പർ, ഇത് വരുന്ന ഈ ബ്രോക്കൺ സ്റ്റോൺസ് ബല്ലാസ്റ്റ്. ഇതൊക്കെ കണക്ട് ചെയ്യുന്നതാണ് എന്ത്, ഫാസ്റ്റ്നേഴ്സ്. ഇത് 2 റെയിൽസിൻ്റെ ജോയിൻസിനെ കണക്ട് ചെയ്യുന്നതാണ് ഫിഷ് പ്ലേറ്റ് എന്ന് പറയുന്നത്. നമ്മൾ ഫാസ്റ്റനിങ്സിനെ കുറിച്ച് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ നമ്മൾ ഈ മൊഡ്യൂൾസിൽ പഠിക്കുന്നുണ്ട്. ഇനി ഫങ്ഷൻസ് ഓഫ് കോമ്പണൻസ് നമ്മൾ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ ഫസ്റ്റ് മൊഡ്യൂളിൽ പഠിച്ചാണ്. റെയിൽ എന്ന് പറഞ്ഞാൽ ഇറ്റ് പ്രൊവൈഡ് കണ്ടിന്യൂസ് ആൻഡ് ലെവൽ സർഫസ് ഫോർ ട്രെയിൻ മൂവ്മെൻറ്റ്, പ്രൊവൈഡ് ലേറ്ററൽ ഗൈഡൻസ് ടു ദി ട്രെയിൻ വീൽസ്, ബിയർ ദി വീൽ ലോഡ്സ്. അപ്പോൾ എന്തൊക്കെയാണ് റെയിലിൻ്റെ ഇത് വരുന്നത്? ഒരു ലെവൽ സർഫസ് കൊടുക്കുന്നുണ്ട്, ലാറ്ററൽ ഗൈഡൻസ് കൊടുക്കുന്നുണ്ട്, വീൽ ലോഡ് എന്ത് ചെയ്യുന്നുണ്ട്, ബിയർ ചെയ്യുന്നുണ്ട്. സ്ലീപ്പറിൻ്റെ അല്ലെങ്കിൽ സ്ലീപ്പറിന് വേറെ പറയുന്ന പേരാണെന്ത്, ടൈസ്. അതിൻ്റെ ഫങ്ഷൻസ് എന്തൊക്കെയാണ് വരുന്നത്? റെയിൽസിനെ ഹോൾഡ് ചെയ്യുന്നുണ്ട്, കറക്റ്റ് അലൈൻമെൻറ്റിൽ ഹോൾഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ പ്രൊവൈഡ് ഫേം ആൻഡ് ഇവൻ സപ്പോർട്ട് ടു ദി റെയിൽ, റെയിലിന് കറക്റ്റ് സപ്പോർട്ട് കൊടുക്കുന്നുണ്ട്, ലോഡിന് എന്ത് ചെയ്യുന്നുണ്ട്, ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ട്. ഫാസ്റ്റനേഴ്സ് എന്ന് പറഞ്ഞാൽ റെയിൽസിനും സ്ലീപ്പേഴ്സിനും കണക്ട് ചെയ്യുന്ന ഫിക്സിങ് ഒബ്ജക്ട്സ് ആണ് എന്ത്, ഫാസ്റ്റനേഴ്സ് എന്ന് പറയുന്നത്. ബല്ലാസ്റ്റ് എന്ന് പറഞ്ഞാൽ ട്രാൻസ്ഫർ ആൻഡ് ഡിസ്ട്രിബ്യൂട്ട് ലോഡ് ടു ദി സബ്ഗ്രേഡിലോട്ട് ട്രാൻസ്ഫർ ആൻഡ് ലോഡ് ട്രാൻസ്ഫർ ചെയ്യുന്ന പ്രോസസ്സാണ്. പിന്നെ ഡ്രൈനേജിന് എന്ത് ചെയ്യുന്നുണ്ട്, ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. സബ്ഗ്രേഡ് എന്ന് പറഞ്ഞാൽ താഴെ ഗ്രൗണ്ടിലോട്ട് ലോഡിനെ ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ട്രാൻസ്ഫേഴ്സ് ആൻഡ് ഡിസ്ട്രിബ്യൂട്ട് ലോഡ് ടു ദി സോയിലിലോട്ട് ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ട്. അതിനാണ് സബ്ഗ്രേഡ് എന്ന് പറയുന്നത്. ഇതിൻ്റെ എല്ലാം നമ്മൾ വളരെ വിശദമായിട്ട് തന്നെ റിക്വയർമെൻറ്റ്സ് ആൻഡ് ഫങ്ഷൻസ് നമ്മൾ ഫസ്റ്റ് മൊഡ്യൂളിൽ പഠിച്ചിട്ടുണ്ട്. അതൊന്ന് നിങ്ങൾ എന്ത് ചെയ്യാം, റെഫർ ചെയ്യാം. ഇനി റിക്വയർമെൻറ്റ്സ് ഓഫ് ഐഡിയൽ പെർമനൻറ്റ് വേ. ഒരു ഐഡിയൽ പെർമനൻറ്റ് വേ എങ്ങനെ ആയിരിക്കണം, അതിൻ്റെ റിക്വയർമെൻറ്റ്സ് ആണ് പറഞ്ഞിട്ടുള്ളത്. ദ ഗേജ് ഷുഡ് ബി യൂണിഫോം ആൻഡ് കറക്റ്റ്. അപ്പോൾ ഐഡിയൽ പെർമനൻറ്റ് വേൻ്റെ അതിൻ്റെ ഗേജ് എന്തായിരിക്കണം, യൂണിഫോം, ഒരു സ്ഥലത്തുള്ള ഗേജ് ആയിരിക്കും ലോഡത്തുണ്ടാവേണ്ടത്. ദാറ്റ് യൂണിഫോം ആൻഡ് കറക്റ്റ് ആയിരിക്കണം. ബോത്ത് ദി റെയിൽ ഷുഡ് ബി അറ്റ് ദി സെയിം ലെവൽ ഇൻ സ്ട്രേറ്റ് ട്രാക്ക്. ഒരു സ്ട്രേറ്റ് ട്രാക്കിൽ എന്തായിരിക്കണം, ബോത്ത് റെയിൽസിൻ ഷുഡ് ബി ഇൻ സെയിം ലെവൽ. ഓൺ കർവ്സിൽ പ്രോപ്പർ സൂപ്പർ എലിവേഷൻ ഷുഡ് ബി പ്രൊവൈഡഡ് ടു ദി ഔട്ടർ റെയിൽസ്. അപ്പോൾ കർവ്സിൽ നമ്മൾ എന്ത് ചെയ്യണം, ഔട്ടർ റെയിൽസിന് എന്ത് കൊടുക്കണം, വി ഹാവ് ടു പ്രൊവൈഡ് പ്രോപ്പർ സൂപ്പർ എലിവേഷൻ. ഇനി ഫോർത്ത് വൺ, ദ പെർമനൻറ്റ് വേ ഷുഡ് ബി പ്രോപ്പർലി ഡിസൈൻ സോ ദാറ്റ് the load of the train is uniformly distributed over the 2 rails. അപ്പോൾ 2 റെയിൽസിനും കൃത്യമായിട്ട് യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന, ലോഡ്സ് ഈക്വൽ ആയിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന രീതിയിലായിരിക്കണം എന്ത്, അതിൻ്റെ ഡിസൈനിങ് വരേണ്ടത്. ഫിഫ്ത്ത് വൺ, ദ ട്രാക്ക് ഷുഡ് ഹാവ് ഇനഫ് ലാറ്ററൽ സ്ട്രെങ്ത്. ട്രാക്കിന് എന്ത് വേണം, ലാറ്ററൽ സ്ട്രെങ്ത് നന്നായിട്ട് വേണം. സിക്സ്ത് വൺ, ദ റേഡിയൈ ആൻഡ് സൂപ്പർ എലിവേഷൻ പ്രൊവൈഡഡ് ഓൺ കർവ്സ് ഷുഡ് ബി പ്രോപ്പർലി ഡിസൈൻ. അപ്പോൾ അതിൽ പ്രൊവൈഡ് ചെയ്യുന്ന, നമ്മൾ കർവ്സിലൊക്കെ പ്രൊവൈഡ് ചെയ്യുന്ന റേഡിയസും അതുപോലെ തന്നെ സൂപ്പർ എലിവേഷൻ എന്തായിരിക്കണം, പ്രോപ്പർലി ഡിസൈൻഡ് ആയിരിക്കണം. അല്ലെങ്കിൽ എന്ത് സംഭവിക്കും, ആക്സിഡൻറ്റ്സ് എല്ലാം സംഭവിക്കാൻ സാധ്യതയുണ്ട്. പിന്നെ ട്രാക്ക് മസ്റ്റ് ഹാവ് സെർട്ടൈൻ എമൗണ്ട് ഓഫ് ഇലാസ്റ്റിസിറ്റി. ട്രാക്സിന് എന്ത് വേണം, ഒരു ഇലാസ്റ്റിക് നേച്ചർ വേണം. ദെൻ ഓൾ ജോയിൻറ്റ്സ് ആൻഡ് പോയിൻറ്റ്സ് ആൻഡ് ക്രോസിംഗ് ഷുഡ് ബി പ്രോപ്പർലി ഡിസൈൻ. അപ്പോൾ ഇതിൽ വരുന്ന ജോയിൻറ്റ്സ്, പോയിൻറ്റ്സ് ആൻഡ് ക്രോസിങ്സ് ഇതെല്ലാം വെൽ ഡിസൈൻഡ് ആയിരിക്കണം. പോയിൻറ്റ്സ് ആൻഡ് ക്രോസിങ്സ് എന്ന് പറഞ്ഞാൽ ഒരു ട്രാക്കിൽ നിന്ന് വേറൊരു ട്രാക്കിലോട്ട് മാറുന്ന അറേഞ്ച്മെൻറ്റാണ് പോയിൻറ്റ്സ് ആൻഡ് ക്രോസിങ്സ്. നമ്മൾ 3rd മൊഡ്യൂളിൽ വളരെ വിശദമായിട്ട് പഠിക്കുന്നുണ്ട്. ദെൻ 9th വൺ, ഡ്രെയിനേജ് സിസ്റ്റം ഓഫ് പെർമനൻറ്റ് വേ ഷുഡ് ബി പ്രിഫേർഡ്. ഡ്രെയിനേജ് സിസ്റ്റം വേണം. ഓൾ കോമ്പണൻറ്റ്സ് ഓഫ് പെർമനൻറ്റ് വേ ഷുഡ് സാറ്റിസ്ഫൈ ദി ഡിസൈൻ റിക്വയർമെൻറ്റ്സ്. എല്ലാ കോമ്പണൻറ്റ്സും അതിൻ്റെ ഡിസൈൻ റിക്വയർമെൻറ്റ്സ് എന്ത് ചെയ്യണം, ഫുൾഫിൽ ചെയ്യണം. ആൻഡ് ഇറ്റ് ഷുഡ് ഹാവ് അഡിക്വേറ്റ് പ്രൊവിഷൻ ഫോർ ഈസി റിന്യൂവൽ ആൻഡ് റിപ്പയർ. കറക്റ്റായിട്ട് നമ്മൾ ഈസി മെയിൻ്റനൻസിന് എന്ത് ചെയ്യണം, പറ്റണം. ആ രീതിയിലായിരിക്കണം നമ്മൾ പെർമനൻറ്റ്. ഇനി ടൈപ്സ് ഓഫ് റെയിൽസ്. റെയിൽസ് നമ്മൾ ഉപയോഗിക്കുന്നത്
3 തരത്തിലുള്ള റെയിൽസാണ്. ഇത് നമ്മൾ ഫസ്റ്റ് മൊഡ്യൂൾ പറഞ്ഞിട്ടുണ്ട്. ഡബിൾ ഹെഡഡ് റെയിൽസ്, ബുൾ ഹെഡഡ് റെയിൽസ്, ഫ്ലാറ്റ് ഫുട്ടഡ് റെയിൽസ്. ഇനി ഓരോന്ന് നമുക്ക് വളരെ വിശദമായിട്ട് തന്നെ നോക്കാം. ഇതാണ് ഒരു ഡബിൾ ഹെഡഡ് റെയിൽസ്. ഈ റെയിൽസിൻ്റെ ചിത്രം നോക്കിയാൽ തന്നെ മനസ്സിലാവും. ഹെഡും അതുപോലെ തന്നെ ഫൂട്ടും, ഹെഡും ഫൂട്ടും ഏകദേശം സെയിം, ഒരേ ഷേപ്പിലാണ്, ഒരേ സൈസിലാണ് വരുന്നത്. അതുകൊണ്ടാണ് ഇതിനെന്ത് പറയുന്നത്, ഡബിൾ ഹെഡഡ് റെയിൽസ് എന്ന് പറയുന്നത്. അപ്പോൾ ഡബിൾ ഹെഡഡ് റെയിൽസ് എന്ന് പറഞ്ഞാൽ ദ റെയിൽ സെക്ഷൻ യൂസ് ഫൂട്ട് ആൻഡ് ഹെഡ് ആർ സെയിം ഡയമെൻഷൻ. ഫൂട്ടും ഹെഡും ഒരേ ഡയമെൻഷനാണ്. കാൾഡ് ഡബിൾ ഹെഡഡ് ഓർ ഡംബൽ റെയിൽസ് എന്നും പറയും. ഇൻ ദി ബിഗിനിങ് ദിസ് റെയിൽസ് വർ വൈഡ്ലി യൂസ്ഡ് ഇൻ ദി റെയിൽവേ ട്രാക്ക്. പണ്ട് കാലത്ത് റെയിൽവേൻ്റെ ബിഗിനിങ്, ഡെവലപ്മെൻറ്റ് സ്റ്റേജിൻ്റെ ബിഗിനിങ് സ്റ്റേജിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഇത് കൂടുതലായിട്ട് വൈഡ്ലി ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. ഉപയോഗിക്കാൻ കാരണം എന്ന് പറഞ്ഞാൽ, ഡബിൾ ഹെഡഡ് ആയിട്ട് ഉപയോഗിക്കാൻ കാരണം എന്ന് പറഞ്ഞാൽ, ഐഡിയ ബിഹൈൻഡ് യൂസിങ് ദിസ് റെയിൽസ് വാസ് ദാറ്റ് വെൻ ദി ഹെഡ് വാസ് worn out due to rubbing off action of wings, the rails could be inverted and reused. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിൻ്റെ ഐഡിയ എന്ന് പറഞ്ഞാൽ, നമ്മൾ ഹെഡ് വോൺ ഔട്ട് ചെയ്താൽ, നമ്മൾ ട്രെയിനിൻ്റെ വീല് കൊണ്ട് ട്രെയിൻ ഇങ്ങനെ മൂവ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും, അത് വോൺ ചെയ്യും. അപ്പോൾ ആ വോൺ ഔട്ട് ചെയ്താൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിൻ്റെ ഇൻവേർട്ട് ചെയ്തിട്ട്, ദാറ്റ് ഈസ് ഫൂട്ടിനെ നമുക്ക് ഹെഡായിട്ട് ഉപയോഗിക്കുക എന്നുള്ള ഒരു വിചാരത്തിലായിരുന്നു എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നത്, നമ്മൾ ഡബിൾ ഹെഡഡ് റെയിൽസ് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത്. But by experience, it was found that their foot could not be used as running surface. ഫൂട്ട് എന്ത് ചെയ്യാൻ പറ്റില്ല, നമുക്ക് റണ്ണിങ് സർഫസ് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റില്ല. കാരണം എന്ന് പറഞ്ഞാൽ ഇറ്റ് ആൾസോ ഗുഡ് കൊറുഗേറ്റഡ്, അതിൽ കൊറുഗേഷൻ സംഭവിക്കുന്ന ഒരു ലെവൽ സർഫസ് നമുക്ക് കിട്ടുന്നില്ല അണ്ടർ ദി ഇമ്പാക്ട് ഓഫ് വീൽ ലോഡ്സ്. അപ്പോൾ വീൽ ലോഡ് കൊണ്ട് കൊറുഗേഷൻസ് ഉണ്ടാവുന്നത് കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, that foot cannot be inverted as the running surface. This type of rails is not used in Indian Railways. Indian Railways എന്ത് ചെയ്യുന്നില്ല, ഇങ്ങനത്തെ ടൈപ്പ് റെയിൽസ് ഇപ്പോൾ ഉപയോഗിക്കുന്നില്ല. ഇനി നെക്സ്റ്റ് വരുന്നത് ബുൾ ഹെഡഡ് റെയിൽസ്. ബുൾ ഹെഡഡ് റെയിൽസിന് എന്താണ്, ഹെഡിന് കുറച്ചും കൂടി ഡയമെൻഷൻസ് കൂടുതലാണ്. മെറ്റീരിയൽസും ഡയമെൻഷൻസും ഹെഡിന് കുറച്ച് കൂടുതലാണ്. അങ്ങനത്തെ റെയിൽസിനെയാണ് എന്താ പറയുന്നത്, ബുൾ ഹെഡഡ് റെയിൽസ് എന്ന് പറയുന്നത്. ദ റെയിൽ സെക്ഷൻ യൂസ് ഹെഡ് ഡയമെൻഷൻസ് ആർ മോർ ദാൻ ദാറ്റ് ഓഫ് ദെയർ ഫുട്ട് ഡയമെൻഷൻ. അപ്പോൾ ഫുട്ടിനേക്കാളും കൂടുതൽ ഹെഡ് വരുന്ന കേസാണ് എന്ത്, ബുൾ ഹെഡഡ് എന്ന് പറയുന്നത്. ഈ ടൈപ്പിൽ, ഇൻ ദിസ് ടൈപ്പ് ഓഫ് റെയിൽ, ദ ഹെഡ് ഈസ് മെയ്ഡ് ഓഫ് ലിറ്റിൽ തിക്കർ ആൻഡ് സ്ട്രോങ്ങർ ദാൻ ദി ലോവർ പാർട്ട് ബൈ ആഡിങ് മോർ മെറ്റൽ ടു ഇറ്റ്. അപ്പോൾ ഇതിൽ നമ്മൾ എന്ത് ചെയ്യുന്നത്, ഹെഡിൻ്റെ ഭാഗത്ത് കുറച്ചും കൂടി മെറ്റീരിയൽ കൊടുത്തിട്ട് അതിൻ്റെ ഡയമെൻഷന് കൂട്ടും. ദ റെയിൽ ആൾസോ റിക്വയർസ് ചെയർ ഫോർ ഹോൾഡിങ് ദം ഇൻ പൊസിഷൻ. അപ്പോൾ ഇതിന് എന്താ ആവശ്യമുണ്ട്, നമുക്ക് റെയിൽ നിൽക്കാൻ വേണ്ടി ഇറ്റ് റിക്വയർസ് ചെയേഴ്സ്. കറക്റ്റ് പൊസിഷനിൽ നിൽക്കാൻ വേണ്ടി എന്താ ആവശ്യമുണ്ട്, ചെയേഴ്സ് ആവശ്യമുണ്ട്. ഇനി ബുൾ ഹെഡഡ് റെയിൽസ് ആർ എസ്പെഷ്യലി യൂസ്ഡ് ഫോർ മേക്കിംഗ് പോയിൻറ്റ്സ് ആൻഡ് ക്രോസിംഗ്. മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് പോയിൻറ്റ്സ് ആൻഡ് ക്രോസിങ്സിലാണ് എന്ത് ചെയ്യുന്നത്, നമ്മൾ ബുൾ ഹെഡഡ് റെയിൽസ് മെയിനായിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ബുൾ ഹെഡഡ് റെയിൽസ് എന്ന് പറഞ്ഞാൽ ഹെഡിന് കുറച്ച് വലുപ്പം കൂടുതലാണ്, ഇതിന് ചെയേഴ്സ് ആവശ്യമുണ്ട്. ചെയേഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഫൂട്ട് റെസ്റ്റ് ചെയ്യുന്ന ഒരു പ്ലേറ്റിനാണ് എന്ത് പറയുന്നത്, ചെയർ എന്ന് പറയുന്നത്. ഇനി അതിൻ്റെ മെറിറ്റ്സ് ആണ്, ബുൾ ഹെഡഡ് റെയിൽസ് കീപ് ബെറ്റർ അലൈൻമെൻറ്റ് ആൻഡ് പ്രൊവൈഡ് മോർ സ്മൂത്തർ ആൻഡ് സ്ട്രോങ്ങർ ട്രാക്ക്. ഒരു ബെറ്റർ അലൈൻമെൻറ്റ് പ്രൊവൈഡ് ചെയ്യുക, അതുപോലെ തന്നെ ഒരു സ്ട്രോങ്ങർ ആൻഡ് സ്മൂത്തർ ട്രാക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ദിസ് റെയിൽ പ്രൊവൈഡ് ലോങ്ങർ ലൈഫ് ടു ദി വുഡൻ സ്ലീപ്പേഴ്സ് ആൻഡ് ഗ്രേറ്റർ സ്റ്റെബിലിറ്റി ടു ദി ട്രാക്ക്. വുഡൻ സ്ലീപ്പേഴ്സിന് എന്ത് ചെയ്യുന്നുണ്ട്, അതിന് ലോങ്ങർ ലൈഫ് കൊടുക്കുന്നുണ്ട്, അതുപോലെ തന്നെ ട്രാക്കിന് നല്ല സ്റ്റെബിലിറ്റിയും കൊടുക്കുന്നുണ്ട്. ദിസ് റെയിൽസ് ആർ ഈസിലി റിമൂവ്ഡ് ഫ്രം സ്ലീപ്പേഴ്സ് ആൻഡ് റിമൂവൽ ഓഫ് ട്രാക്ക് ഈസ് ഈസി. ഈസിലി റിമൂവബിൾ ആണ്, അതുകൊണ്ട് റിന്യൂവൽ എന്താണ്, ട്രാക്കിൻ്റെ റിന്യൂവൽ വളരെ ഈസി ആയിരിക്കും. ഡിമെറിറ്റ്സ് എന്ന് പറഞ്ഞാൽ ബുൾ ഹെഡഡ് റെയിൽസ് റിക്വയർ അഡീഷണൽ കോസ്റ്റ് ഓഫ് അയൺ ചെയേഴ്സ്. അയൺ ചെയേഴ്സ് ആവശ്യം വരും, അതിന്
ബിയർ ചെയ്യാൻ ചെയേഴ്സിൻ്റെ ആവശ്യം വരുന്നുണ്ട്. ദിസ് റെയിൽസ് റിക്വയർ ഹെവി മെയിൻ്റനൻസ് കോസ്റ്റ്. മെയിൻ്റനൻസ് കോസ്റ്റ് എന്താണ്? ഹെവിയാണ്. ബുൾ ഹെഡഡ് റെയിൽസ് ആർ ഓഫ് ലെസ് സ്ട്രെങ്ത് ആൻഡ് സ്റ്റിഫ്നെസ്. സ്റ്റിഫ്നെസ് എന്താണ്? കുറവാണ്. ഇനി ഫ്ലാറ്റ് ഫൂട്ടഡ് റെയിൽസ്. ഫ്ലാറ്റ് ഫൂട്ട് എന്താണ്? ഒരു ഫ്ലാറ്റ് രൂപത്തിൽ വരുന്നതാണ് എന്ത്? ഫ്ലാറ്റ് ഫൂട്ടഡ് റെയിൽസ്. ഫ്ലാറ്റ് ഫൂട്ടഡ് റെയിൽസ് ഹാവിങ് ദെയർ ഫൂട്ട് റോൾഡ് ടു ഫ്ലാറ്റ്. ഫൂട്ട് ഒരു ഫ്ലാറ്റഡ് ആണെന്ത്? ഫ്ലാറ്റ് ഫൂട്ടഡ് റെയിൽസ് ഓർ വിഗ്നോൾസ് റെയിൽസ് എന്ന് പറയും. കാരണം എന്ന് പറഞ്ഞാൽ ഇറ്റ് വാസ് ഇൻവെൻറ്റഡ് ബൈ ചാൾസ് വിഗ്നോൾ ഇൻ 1836. 1836 ചാൾസ് വിഗ്നോൾ എന്നാണ് എന്ത് ചെയ്യുന്നത്? ഇത് കണ്ടുപിടിച്ചിട്ടുള്ളത്. ഇറ്റ് വാസ് ഇനീഷ്യലി തോട്ട് ദാറ്റ് ഫ്ലാറ്റ് ഫൂട്ടഡ് റെയിൽസ് കുഡ് ബി ഫിക്സ്ഡ് ഡയറക്ട്ലി ടു വുഡൻ സ്ലീപ്പേഴ്സ് ആൻഡ് വുഡ് എലിമിനേറ്റ് ചെയേഴ്സ് ആൻഡ് കീസ് റിക്വയർഡ് ടു ഫോർ ബുൾ ഹെഡഡ് റെയിൽസ്. അപ്പോൾ ഫ്ലാറ്റ് ഫൂട്ടഡ് റെയിൽസ് നമ്മൾ ഉണ്ടാക്കാൻ കാരണം എന്ന് പറഞ്ഞാൽ ബുൾ ഹെഡഡ് റെയിൽസിന് എന്ത് ആവശ്യമുണ്ട്? ചെയേഴ്സ് ആവശ്യം വരുന്നുണ്ട്. മെറ്റാലിക് ചെയേഴ്സ് ആവശ്യം വരുന്നുണ്ട്. ഇത് അവോയ്ഡ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടായിരുന്നു എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നത്? നമ്മൾ ഫ്ലാറ്റ് ഫൂട്ടഡ് റെയിൽസ് ഡിസൈൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. ബട്ട് ലേറ്റർ ഇറ്റ് ഈസ് ഒബ്സർവ്ഡ് ദാറ്റ്, കുറച്ച് കഴിഞ്ഞിട്ട് നമുക്ക് എന്ത് മനസ്സിലായി? ട്രെയിൻ ലോഡ് കോസ്ഡ് ദി ഫുട്ട് ഓഫ് റെയിൽസ് ടു സിങ്ക് ഇൻ ടു ദി സ്ലീപ്പേഴ്സ് ആൻഡ് മേക്കിംഗ് സ്പൈക്ക് ലൂസ്. അപ്പോൾ ഈ ട്രെയിനിൻ്റെ ലോഡ് കൊണ്ട് എന്ത് ചെയ്യുന്നുണ്ട്? ഫുട്ട് സിങ്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതൊരു പ്രശ്നമായിട്ട് വരുന്നുണ്ട്. ടു റിമൂവ് ദിസ് ഡിഫക്റ്റ് ദ സ്റ്റീൽ ബിയറിംഗ് പ്ലേറ്റ്സ് ആർ യൂസ്ഡ്. അപ്പോൾ ബിയറിംഗ് പ്ലേറ്റ്, അപ്പോൾ ഈ ഒരു ഡിഫക്റ്റ് റിമൂവ് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ബിയറിംഗ് പ്ലേറ്റ്സ് യൂസ് ചെയ്യുന്നുണ്ട് ബിറ്റ്വീൻ ഫ്ലാറ്റ് ഫൂട്ടഡ് റെയിൽസ് ആൻഡ് വുഡൻ സ്ലീപ്പേഴ്സ്. അപ്പോൾ ചെയേഴ്സിന് പകരം ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്? ബിയറിംഗ് പ്ലേറ്റ് യൂസ് ചെയ്യുന്നുണ്ട്. ദിസ് റെയിൽസ് ആർ മോസ്റ്റ് കോമൺലി യൂസ്ഡ് ഇൻ ഇന്ത്യ. അപ്പോൾ നമ്മൾ ഇപ്പോൾ യൂസ് ചെയ്യുന്നത്, റീസെൻ്റായിട്ട് കോമൺലി യൂസ് ചെയ്യുന്നത് എന്താണ്? ഇറ്റ് ഈസ് ഫ്ലാറ്റ് ഫൂട്ടഡ് റെയിൽസ് ആണ്. ചിത്രം ഒന്ന് ശ്രദ്ധിക്കാം. നമുക്ക് ബിയറിംഗ് പ്ലേറ്റ് ആവശ്യമുണ്ട്. ഇനി അതിൻ്റെ മെറിറ്റ്സ് എന്ന് പറഞ്ഞാൽ ഫ്ലാറ്റ് ഫൂട്ടഡ് റെയിൽസ് ഹാവ് മോർ സ്ട്രെങ്ത് ആൻഡ് സ്റ്റിഫ്നെസ്. സ്ട്രെങ്ത്തും സ്റ്റിഫ്നെസ്സും കൂടുതലാണ്. നോ ചെയേഴ്സ് റിക്വയർഡ്. അതിൻ്റെ പൊസിഷനിൽ നിർത്താൻ എന്താ ആവശ്യമില്ല? ചെയേഴ്സ് ആവശ്യമില്ല. ദിസ് റെയിൽസ് റിക്വയർ ലെസ് നമ്പർ ഓഫ് ഫാസ്റ്റനിങ്സ് കുറച്ച് ആവശ്യമുള്ളൂ. ഫിക്സിങ് ഒബ്ജക്ട്സ് കുറച്ച് ആവശ്യമുള്ളൂ. ദ മെയിൻ്റനൻസ് കോസ്റ്റ് എന്ന് പറഞ്ഞാൽ മെയിൻ്റനൻസ് കോസ്റ്റ് എന്ന് പറഞ്ഞാൽ ലെസ്സാണ്. ദെൻ ഫിറ്റിംഗ് ഡീമെറിറ്റ്സ് എന്ന് പറഞ്ഞാൽ ഫിറ്റിംഗ് ഗെറ്റ് ലൂസൺ മോർ ഫ്രീക്വൻ്റ്ലി. ഫിറ്റിങ്സ് ഒക്കെ ലൂസൺ ചെയ്യുന്നുണ്ട് ഫ്രീക്വൻ്റ് ആയിട്ട്. റെയിൽസ് നോട്ട് ഈസിലി റിമൂവ്ഡ്, ഹെൻസ് റിന്യൂവൽ വർക്ക് എന്താണ്? ബിക്കം ഡിഫിക്കൾട്ട്. നമുക്ക് റിമൂവ് ചെയ്യാൻ കുറച്ച് പ്രയാസമാണ്. അതുകൊണ്ട് എന്താണ്? റിന്യൂവൽ വർക്ക് കുറച്ച് ഡിഫിക്കൽട്ടാണ്. ഇറ്റ് ഈസ് ഡിഫിക്കൽട്ട് ടു മാനുഫാക്ചർ ദി പോയിൻറ്റ്സ് ആൻഡ് ക്രോസിങ്സ്. ഫ്ലാറ്റ് ഫൂട്ടഡ് റെയിൽസ് നമുക്ക് പോയിൻറ്റ്സ് ആൻഡ് ക്രോസിങ്സ് ഉണ്ടാക്കാൻ പ്രയാസമുണ്ട്. അതാണ് അതിൻ്റെ ഡീമെറിറ്റ്സ് വരുന്നത്. ഇനി ഗേജസ്. ഗേജ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ ക്ലിയർ ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ഇന്നർ ഫേസസ് ഓഫ് ദി ടു റെയിൽസ്. ടു റെയിൽസിൻ്റെ ഇന്നർ ഫേസസിൻ്റെ ക്ലിയർ ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസിനാണ് എന്ന് പറയുന്നത് ഗേജ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ചിത്രം നോക്കി നിങ്ങൾക്ക് മനസ്സിലാവും എന്താണ് ഗേജ് എന്ന്. ടൈപ്സ് ഓഫ് ഗേജസ് എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. മൊഡ്യൂൾ 1 ബ്രോഡ് ഗേജ് ഉണ്ട്, മീറ്റർ ഗേജ് ഉണ്ട്, നാരോ ഗേജ് ഉണ്ട്, ലൈറ്റ് ഗേജ് ഉണ്ട്. ബ്രോഡ് ഗേജ് വരുന്നത് 1.676, മീറ്റർ ഗേജ് വരുന്നത് 1 മീറ്റർ, നാരോ ഗേജ് വരുന്നത് 0.762 മീറ്റർ, ലൈറ്റ് ഗേജ് വരുന്നത് 0.610 മീറ്റർ. ബ്രോഡ് ഗേജ് എന്ന് പറഞ്ഞാൽ വെൻ ദി ക്ലിയർ ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദി ഇന്നർ ഫേസസ് ഓഫ് ദി റെയിൽവേ എന്ന് പറഞ്ഞാൽ റെയിൽസ് 1.676 മീറ്റർ ആണെങ്കിൽ അതിന് പറയുന്ന പേരാണെന്ത്? ബ്രോഡ് ഗേജ്. ഇന്ത്യയിൽ ഉപയോഗിക്കുന്ന സ്റ്റാൻഡേർഡ് ഗേജ് ആണെന്ത്? ബ്രോഡ് ഗേജ്. ഇറ്റ് ഈസ് ദ ബ്രോഡസ്റ്റ് ഗേജ് ഓഫ് ദി വേൾഡ്. വേൾഡിൽ ഉപയോഗിക്കുന്ന ഏറ്റവും ബ്രോഡസ്റ്റ്, ഏറ്റവും വിടുത്ത് കൂടിയിട്ടുള്ള ഗേജ് ആണെന്ത്? ബ്രോഡ് ഗേജ്. 50% ഓഫ് ദി ഇന്ത്യൻ റെയിൽവേ ഹാവ് ബീൻ ലേഡ് ടു ദിസ് ഗേജ്.
50% കൂടുതൽ ഇന്ത്യൻ റെയിൽവേയിൽ ഉപയോഗിക്കുന്ന എന്താണ് ബ്രോഡ് ഗേജ് ആണ്. ഇപ്പോൾ ഏകദേശം എല്ലാം ഇന്ത്യയിൽ വരുന്ന എന്താണ് ബ്രോഡ് ഗേജ് ആണ്. അപ്പോൾ ഈ വാല്യൂ നിങ്ങൾ ഓർത്ത് വെക്കുക 1.676 മീറ്റർ. ഇനി ബ്രോഡ് ഗേജ് എന്ന് പറഞ്ഞാൽ സ്യൂട്ടബിലിറ്റി, എപ്പോഴാണ് അത് സ്യൂട്ടബിൾ ആയിട്ട് വരുന്നത്? ബ്രോഡ് ഗേജ് ഈസ് സ്യൂട്ടബിൾ അണ്ടർ ദി ഫോളോയിങ് കണ്ടീഷൻസ്: വെൻ സഫിഷ്യൻറ്റ് ഫണ്ട്സ് ആർ അവൈലബിൾ ഫോർ ദി റെയിൽവേ പ്രൊജക്റ്റ്. സഫിഷ്യൻറ്റ് ഫണ്ട് ഉണ്ട്. രണ്ടാമത്തത് വെൻ ദി പ്രോസ്പെക്ട്സ് ഓഫ് റവന്യൂസ് ഈസ് വെരി ബ്രൈറ്റ്. അതുകൊണ്ട് കിട്ടുന്ന റവന്യൂ എന്താണ് വളരെ കൂടുതലാണ്. അപ്പോൾ സഫിഷ്യൻറ്റ് ഫണ്ടും ഉണ്ട്, അതുകൊണ്ട് കിട്ടുന്ന റവന്യൂ വളരെ കൂടുതലായാൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് ബ്രോഡ് ഗേജ് ആക്കുന്നുണ്ട്. ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ ട്രാക്സ് ഇൻ ഏരിയാസ് വിച്ച് ഹാവ് ഡെൻസ്ലി പോപ്പുലേറ്റഡ്. കൂടുതൽ പീപ്പിൾ ആൻഡ് കൂടുതൽ ഗുഡ്സിനെ നമുക്ക് ട്രാൻസ്പോർട്ട് ചെയ്യണമെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്നതാണ് എന്ത് ബ്രോഡ് ഗേജ്. ട്രാഫിക് കൂടുതലുള്ളിടത്ത്. അറ്റ് പ്ലേസസ് വേർ സെൻറ്റേഴ്സ് ഓഫ് ഇൻഡസ്ട്രി ആൻഡ് കമേഴ്സ്. അപ്പോൾ കൂടുതൽ ഗുഡ്സ് വരുന്നുണ്ട്. അപ്പോൾ വലിയ ട്രാഫിക് വരുന്നിടത്താണ് എന്ത് ചെയ്യുന്നത് നമ്മൾ ബ്രോഡ് ഗേജ് വരുന്നത്. ചെറിയ ട്രാഫിക്കൊക്കെ വരുമ്പോൾ നമ്മൾ മീറ്റർ ഗേജാണ് ചൂസ് ചെയ്യാറുള്ളത്. ഇനി മീറ്റർ ഗേജ്. ഇതൊരു മീറ്റർ ഗേജിൻ്റെ ഒരു ചിത്രമാണ് കാണിച്ചിട്ടുള്ളത്. മീറ്റർ ഗേജ് എന്ന് പറഞ്ഞാൽ വെൻ ദി ക്ലിയർ ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് 1 മീറ്റർ ആവുന്ന കേസാണ്. 40%. ഇപ്പോൾ അതിനേക്കാൾ കുറഞ്ഞിട്ടുണ്ട്, 40%നേക്കാൾ കുറഞ്ഞിട്ടുണ്ട്. സ്യൂട്ടബിലിറ്റി എന്ന് പറഞ്ഞാൽ വെൻ ഫണ്ട്സ് അവൈലബിൾ ആർ ഇനാഡിക്വേറ്റ്. ഫണ്ട് കുറവാണ്. പിന്നെ വെൻ പ്രോസ്പെക്ട്സ് റവന്യൂ വളരെ കുറവാണ്. അങ്ങനത്തെ കേസിലാണ് എന്ത് ചെയ്യുന്നത് നമ്മൾ സ്യൂട്ടബിൾ ആയിട്ടുള്ളത്. യൂസ്ഡ് ഫോർ ട്രാക്സ് ഇൻ അണ്ടർ ഡെവലപ്ഡ് ഏരിയാസ് ഓഫ് ഇൻറ്റീരിയർ ഏരിയാസ് ഫോർ ട്രാഫിക് ഇൻറ്റൻസിറ്റി സ്മോൾ ആൻഡ് പ്രോസ്പെക്ട്സ് ഫോർ ഫ്യൂച്ചർ ഡെവലപ്മെൻറ്റ് ആർ നോട്ട് വെരി ബ്രൈറ്റ്. ഒരു അണ്ടർ ഡെവലപ്ഡ് ഏരിയ അതിനെ നമുക്ക് ഡെവലപ്പ് ചെയ്യണമെങ്കിൽ ഉപയോഗിക്കുന്നതാണ് എന്ത് നമ്മൾ ബ്രോഡ് ഗേജ്. അവിടുന്ന് നമുക്ക് നല്ല റവന്യൂ ഒന്നും കിട്ടുന്നുണ്ടാവില്ല, പക്ഷേ ഒരു റെയിൽവേ ട്രാക്കിൻ്റെ ആവശ്യമുണ്ട്. അങ്ങനത്തെ കേസിലൊക്കെ നമ്മൾ എന്ത് ചെയ്യും? വി ആർ യൂസിങ് മീറ്റർ ഗേജ്. ഒരു മീറ്റർ ഗേജ് ട്രാക്കാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. ഇനി നാരോ ഗേജ്. നാരോ ഗേജ് എന്ന് പറഞ്ഞാൽ വെൻ ദി ക്ലിയർ ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദി ഇന്നർ ഫേസസ് ഓഫ് ദി റെയിൽവേ ലൈൻ ഈസ് 0.762 ഓർ 0.610. അപ്പോൾ നാരോ ഗേജ് 2 ഗേജ് ലെങ്ത് വരുന്നത് ഒന്നെങ്കിൽ 0.762 അല്ലെങ്കിൽ 0.610. അപ്പോൾ ഏകദേശം ഒരു 10% കുറവാണ് എന്ത് വരുന്നത് ഇന്ത്യയിൽ റെയിൽവേ ട്രാക്ക് നാരോ ഗേജ് ആയിട്ട് വരുന്നത്. എപ്പോഴാണ് സ്യൂട്ടബിലിറ്റി വരുന്നത്? വെൻ ദി construction of the track with the wider gauge is prohibited due to provision of sharp curves, steep gradients. അപ്പോൾ സ്റ്റീപ്പ് ഗ്രേഡിയൻസ്, അതുപോലെ തന്നെ നാരോ ബ്രിഡ്ജസ്, ഇങ്ങനത്തെ കേസിൽ നമുക്ക് ബ്രോഡ് ഗേജ് അല്ലെങ്കിൽ മീറ്റർ ഗേജ് ഒന്നും കൊടുക്കാൻ പറ്റാത്ത കേസിലാണ് എന്ത് ചെയ്യുന്നത് നമ്മൾ നാരോ ഗേജ് കൊടുക്കുന്നത്. അതുപോലെ തന്നെ വെൻ ദി പ്രോസ്പെക്ട്സ് ഓഫ് റവന്യൂ ഒന്നും എന്ത് ചെയ്യുന്നില്ല, വലുതായിട്ട് കിട്ടുന്നില്ല. പിന്നെ ഇത് മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് ഹില്ലി ഏരിയാസിലാണ്. ഹില്ലി ഏരിയാസിൽ നമ്മൾ റെയിൽവേ ട്രാക്ക് ഉണ്ടാക്കുമ്പോൾ അവിടെ നമ്മൾ ഉപയോഗിക്കുന്ന ഗേജ് എന്ന് പറഞ്ഞാൽ നാരോ ഗേജോ അല്ലെങ്കിൽ മീറ്റർ ഗേജോ ആണ് ഉപയോഗിക്കുന്നത്. ഇന്ത്യയിൽ ഉപയോഗിക്കുന്ന ഡിഫറെൻറ്റ് ഗേജസ്: ബ്രോഡ് ഗേജ്, നാരോ ഗേജ്. ബ്രോഡ് ഗേജ് എന്ന് പറഞ്ഞാൽ 1.676. പിന്നെ വരുന്നത് മീറ്റർ ഗേജ് 1 മീറ്റർ, നാരോ ഗേജ് 0.762, നാരോ ഗേജ് 0.610. ഇതിൽ അമേരിക്കയിലൊക്കെ ഉപയോഗിക്കുന്ന സ്റ്റാൻഡേർഡ് ഗേജാണ് 1.435 ഒക്കെ വരുന്നത്. ഇനി ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു. ഹാവ് എ നൈസ് ഡേ.